ചെമ്പ് ഗോവിയണ്ണൻ നമ്മളെയും കൂടെ കരയിക്കും. ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. കയറി നിന്ന ആ ബാധ ഇപ്പോൾ ഒന്ന് ഇറങ്ങി നിൽക്കുന്ന സമയമാണ്. സാധാരണഗതിയിൽ ഈ വെളിവിൽ കണ്ടുകിട്ടാൻ പറ്റാത്ത ഇനമാണ്. പക്ഷേ ഇന്നിപ്പോ മകനും കൂടി പെട്ട സന്ദർഭത്തിൽ പിതാവായി, ജ്യേഷ്ഠനായി, അച്ഛനായി, അച്ഛനായി സഹതാപം വാരി വിതറിക്കൊണ്ടുള്ള ഒരു പ്രതികരണം കേട്ടാൽ കരഞ്ഞു പോകും സുഹൃത്തുക്കളെ, കരഞ്ഞു പോകും. എൻ്റെ ജീവിതത്തിലാണ് നിങ്ങൾ കയറി കൊത്തിയത്. എൻ്റെ ജീവിതത്തിലാണ്. എന്നിൽ ഒരു വ്യക്തിയുണ്ട്. വ്യക്തിയുടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു കുടുംബസ്ഥൻ, ഭർത്താവ്, അച്ഛൻ, മകൻ, അങ്ങനെ പല ബന്ധങ്ങളുണ്ട് എനിക്ക്. അതിനെല്ലാം ഹനിക്കുന്ന രീതിയിലാണ് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട്. എവിടെ മുതൽ നിങ്ങളിത് തുടങ്ങി? ഒരു കാര്യം ചോദിച്ചോട്ടെ. കലാമണ്ഡലം ഗോപി ആശാൻ, RLV രാമകൃഷ്ണൻ, എവിടെയൊക്കെ നിങ്ങൾ കയറി? അതിന് ഞാൻ എന്ത് പാപം? ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞു ഈ വോട്ട് എവിടെ രാജ്യത്ത് എവിടെ നിന്ന് വോട്ട് ചേർത്താലും കുഴപ്പമില്ല. വിമർശിക്കില്ല, ഞാൻ ആരെയും ദ്രോഹിക്കില്ല. മാടമ്പള്ളിയിലെ മനോരോഗിയാണ്. ബാധ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആള് ഞാനേ അല്ല. ഇന്നലെ മൂവ് ബാക്ക് ഈ ഡയലോഗ് അടിച്ച ആള് അയ്യോ അത് ഞാനല്ല, അത് വേറെ ആരാണ്. ചില സന്ദർഭങ്ങളിൽ എനിക്ക് ഇങ്ങനെയൊക്കെയാണ്. കഴിഞ്ഞ ദിവസം രാത്രി എൻ്റെ മോൻ ശാസ്തമംഗലത്ത് കാണിച്ച പ്രകടനം, അത് അവൻ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് പോകുന്ന സമയത്ത് ഞാനും കൂടി എടുത്തൊന്ന് വലിച്ചു കയറ്റുന്ന സന്ദർഭത്തിൽ പിന്നെ ഞാൻ വേറെ ആരോ ആണ്. യഥാർത്ഥത്തിലുള്ള ഞാൻ ഇതാണ്. നിങ്ങൾ കയറി കളിച്ചത് എൻ്റെ കുടുംബത്തിലാണത്രേ. ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ ഇത്രയും ദിവസം. എന്തായാലും ചില ഗീർവാണങ്ങൾ പട്ടി ഷോ ഒക്കെ കാണിക്കുമ്പോൾ കാര്യമായിട്ടൊന്ന് ഏറി കയറ്റിക്കഴിഞ്ഞാൽ എന്താണ് അവസ്ഥയെന്ന് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ PR വർക്കൊന്നും ഇല്ലാതെ, യഥാർത്ഥ അഭിനയവും സ്ക്രിപ്റ്റൊന്നും ഇല്ലാതെ വന്ന് ഒന്ന് പ്രതികരിച്ചിട്ട് ഓടി ഒളിക്കുകയാണ്. ഇത് കണ്ടിട്ട് നിങ്ങൾ അങ്ങ് മയങ്ങുകയോ മനസ്സ് മാറുകയോ ചെയ്യരുത്. ഇതൊക്കെയാണ് യഥാർത്ഥ കപടന്മാരുടെ തന്ത്രം. ഇതിപ്പോൾ ഒന്ന് സ്വർണം പൂശി വന്നതാണ്. ഇത് സ്വർണം അല്ല, ചെമ്പ് തന്നെയാണ്. ചെമ്പ് മറ്റൊരു വേർഷൻ. അതുകൊണ്ട് ഈ തരികിടയൊന്നും കണ്ടാൽ അങ്ങോട്ട് വീഴാൻ പോകുന്നില്ല ഗോപി എന്ന് മാത്രമേ ഈ നാടിന് പറയാവുള്ളൂ. എൻ്റെ ജീവിതത്തിലാണ് നിങ്ങൾ കയറി കൊത്തിയത്. എൻ്റെ ജീവിതത്തിലാണ്. എന്നിൽ ഒരു വ്യക്തിയുണ്ട്. വ്യക്തിയുടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു കുടുംബസ്ഥൻ, ഭർത്താവ്, അച്ഛൻ, മകൻ, അങ്ങനെ പല ബന്ധങ്ങളുണ്ട് എനിക്ക്. അതിനെല്ലാം ഹനിക്കുന്ന രീതിയിലാണ് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട്. എവിടെ മുതൽ നിങ്ങളിത് തുടങ്ങി? ഒരു കാര്യം ചോദിച്ചോട്ടെ. കലാമണ്ഡലം ഗോപി ആശാൻ, RLV രാമകൃഷ്ണൻ, എവിടെയൊക്കെ നിങ്ങൾ കയറി? അതിന് ഞാൻ എന്ത് പാപം? ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞു ഈ വോട്ട് എവിടെ രാജ്യത്ത് എവിടെ നിന്ന് വോട്ട് ചേർത്താലും കുഴപ്പമില്ല. വിമർശിക്കില്ല, ഞാൻ ആരെയും ദ്രോഹിക്കില്ല.